തിരുവനന്തപുരം മണ്ണന്തല പൾസ് മെഡിക്കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ബി രമേശ് ഗോപിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അസുഖമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വരുന്ന ഏറ്റവും വലിയ കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന അസുഖമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ട്, എക്സസൈസ് ചെയ്യുന്നവരുടെ ഡയബറ്റീസും എക്സസൈസ് ചെയ്യാത്തവരുടെ ഡയബറ്റീസും രണ്ടും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായി മാറുന്നത്? ഈ എക്സസൈസിന് ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ഓൺ ഡയബറ്റീസ് ഉണ്ട്. ഓക്കെ, വൺ പ്രിവെൻഷൻ ഓഫ് ഡയബറ്റീസ്. അതുകൊണ്ടാണ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉള്ളവർ നമ്മൾ പറയും അവർക്ക് ഡയബറ്റീസ് വന്നില്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഡയബറ്റീസ്, ഓർ അറ്റ്ലീസ്റ്റ് അതിനെ ഡിലേ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസിനെ ചാൻസ് റിഡ്യൂസ് ചെയ്യുവാണ്. റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ ചാൻസസ് കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, കൺട്രോൾ ഓഫ് ഡയബറ്റീസ്. ജസ്റ്റ് ലൈക്ക് മെഡിസിനും ഫുഡ് കൺട്രോളും ജീവിതത്തിലൂടെ എക്സസൈസിന് തന്നെ ബൈ ഇറ്റ് സെൽഫ് ഡയബറ്റീസ് കൺട്രോളിന് നല്ലൊരു റോളുണ്ട്. അതിന്റെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മജോറിറ്റി ഓഫ് പീപ്പിൾ കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കൂടുതലും 80% ഓഫ് പോപ്പുലേഷൻ ടൈപ്പ് 2 ആണ്. അതിപ്പം ചെറുപ്പക്കാർക്കും വന്നു തുടങ്ങുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്, യങ്ങർ ഏജ് ഗ്രൂപ്പിൽ തന്നെ തുടങ്ങും. ഇതിലൊരു വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഷുഗർ കൺട്രോൾ ഡിഫിക്കൽട്ട് ആവും. ഈ എക്സസൈസ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യും. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇൻസുലിൻ. അന്നേരം ഇൻസുലിനെ മോർ സെൻസിറ്റീവ് ആക്കും. അന്നേരം ബൈ ഇറ്റ് സെൽഫ് ഷുഗർ കൺട്രോൾ ചെയ്യും. പേഷ്യൻ്റ് കഴിക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഉപയോഗിക്കുന്ന ഇൻസുലിനെ മോർ എഫക്റ്റീവ് ആക്കും. ഓക്കെ, ഡോക്ടർ പറയുന്നത് ഈ ഇൻസുലിൻ്റെ സെല്ലിനകത്തേക്ക് കയറാൻ എക്സസൈസ് ചെയ്യുന്നവർക്ക് വളരെ വളരെ അധികം ചാൻസ് ഉണ്ട്. എക്സസൈസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് സെല്ലിനകത്തേക്ക് കയറില്ല, ആക്ട് ചെയ്യില്ല എന്നാണ്. അതുകൂടാതെ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഡയബറ്റീസ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് അത് ഒരുപാട് കാലത്തേക്ക് വരാതിരിക്കാനും ഈ എക്സസൈസിന് സഹായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എക്സസൈസ് സഡൻലി തുടങ്ങണോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അതും ഗ്രേഡഡ് ആയി തന്നെയാണ് തുടങ്ങേണ്ടത്? എങ്ങനെയാണ് ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ട വിധം? ഫസ്റ്റ് അവർ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഡയബറ്റീസ് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരുമാതിരി കൺട്രോൾ ഡയബറ്റീസ് ആണ്, വേറെ ബുദ്ധിമുട്ടുകളില്ല, വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ വലിയ ചെക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ദേ ക്യാൻ സ്റ്റാർട്ട് സ്ലോലി, ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് ഇൻക്രീസ് ഇറ്റ്. പക്ഷേ എബവ് 50 ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇതുവരെ ഒരു എക്സസൈസും ഒരു സെഡൻറ്ററി ആക്ടിവിറ്റി വലിയായിട്ട് അനങ്ങാതെ ഇരുന്നുള്ള ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ പ്രിഫറബിളി ചെക്കപ്പ് കഴിഞ്ഞിട്ട് വേണം. രണ്ടാമത്തെ കാര്യം, ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കാലിലേക്ക് പോകുന്ന രക്തസഞ്ചാരം, പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അല്ലെങ്കിൽ ഹൃദയരോഗം ഉള്ളവരാണ്, അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ കിഡ്നി ഡാമേജ്, നെർവ് ഡാമേജ്, ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറിൻ്റെ ഇവാലുവേഷനും ഒരു ചെക്കപ്പും കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഫോർ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. അവിടെയും TMT ടെസ്റ്റിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് അല്ലേ? യെസ്. ഈ ഒരു ബേസിക് ECG നമ്മൾ എന്തായാലും ചെയ്യും. പിന്നെ ഓരോ പേഷ്യൻ്റ് അതൊരു ഇൻഡിവിജ്വലൈസ് ചെയ്ത് ഓരോ പേഷ്യൻ്റ് ഇതനുസരിച്ച് TMTയുടെ. ഓക്കെ, അവരും ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്ന എക്സസൈസ് നടത്തും തന്നെയാണോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എഗെയിൻ ഡയബറ്റീസിൽ വരുന്നതിനെ 3 എക്സസൈസ് ആണ് നമ്മൾ വരുന്നത്. വൺ ഇസ് എയറോബിക്സ്, വൺ ഇസ് വെയിറ്റ് ലിഫ്റ്റിംഗ് ആൻഡ് അനദർ വൺ ഇസ് നമ്മുടെ സ്ട്രെച്ചിങ് ചെയ്ത് യോഗ, അങ്ങനത്തെ എക്സസൈസ്. എയറോബിക്സ് നമ്മൾ പറയുന്നത് ½ an hour പെർ ഡേ ഡെയിലി. കൂടുതൽ ചെയ്യാമെങ്കിൽ വെരി ഗുഡ്. പക്ഷേ ഈ എയറോബിക്സ് ഡയബറ്റീസ് പോപ്പുലേഷൻ ചെയ്യുന്നതാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. വൺ, അവർ ഈ ഡയബറ്റീസ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെർവ് ഡാമേജ്, ന്യൂറോപ്പത്തി എന്ന് പറയും. ഡയബറ്റിക് ന്യൂറോപ്പത്തി വന്ന ഒരാൾക്കാണെങ്കിൽ അയാൾ ഐഡിയലി ആ പേഷ്യൻ്റ് ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് അവിടെ എന്ന് പറഞ്ഞാൽ മാരത്തൺ റണ്ണിങ് ആക്കും. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ചെയ്യുവാണെങ്കിൽ കാലിലും ആംഗിളിലുള്ള സ്മോൾ ബോൺസിന് ഫ്രാക്ചർ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഈ ന്യൂറോപ്പത്തി ഉള്ളവർക്ക്. ഡയബറ്റിക് ന്യൂറോപ്പത്തി ഇല്ലെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഈ ഡയബറ്റിക് ന്യൂറോപ്പത്തി ഉള്ളവർ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടോസിലും ഹീലിലൊക്കെ പ്രഷർ അൾസേഴ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് കാലേ മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ ഭയങ്കര പാടാവും. മൂന്നാമത്തെ കാര്യം, ഡയബറ്റീസ് ഉള്ളവർ ഈ എയറോബിക് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് എപ്പോഴും പ്രിഫറബിളി അവർ ഒരു ഗുഡ് വെൽ ഫിറ്റിംഗ് ഷൂസ് ആൻഡ് സോക്സ് ഉപയോഗിക്കും. അല്ലെങ്കിൽ എന്താ പറ്റുന്നത് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് എന്തിനാണ് നമ്മൾ ഈ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഒരു ഗുഡ് സോക്സും ഷൂസും അല്ലെങ്കിൽ സ്വെറ്റിങ്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ചെറിയ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകാൻ പറ്റും. ഈ ചെറിയ മുറിവുകൾ മതി പിന്നെ അതൊരു ആളി കത്താനായിട്ടുള്ള അല്ലെങ്കിൽ അവിടോട്ട് പിന്നെ ഒരു ഇൻഫെക്ഷൻ പിടിക്കാനുള്ള സാധ്യത. ഡയബറ്റീസ് ഉള്ളവർ വെള്ളം നല്ലപോലെ കുടിക്കണം. ഇത് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ എയറോബിക്സോ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന് പറയും എല്ലാ പേഷ്യൻസിനും നമ്മൾ പറയുന്നത്. പക്ഷേ ഡയബറ്റീസ് ഉള്ളവർ പ്രത്യേക ഒരു കാര്യം, പ്രിഫറബിളി പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് ടൈമിൽ ചെയ്യുമോ. മോർണിംഗ് ഓർ ഈവനിങ് അവരുടെ കൺവീനിയൻസ്. പക്ഷേ ഒരു ദിവസം മോർണിംഗ് ഒരു ദിവസം ഈവനിങ് ചെയ്യുന്ന ഷുഗർ ഫ്ലക്ച്വേഷൻ. നാലാമത്തെ കാര്യം നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് പറഞ്ഞാൽ എപ്പോഴും
ഈ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടീം എഫേർട്ടാണ്. ഡോക്ടറും പേഷ്യൻറ്റും ഒരുമിച്ച് ചെയ്താൽ മാത്രമേ ഈ ഷുഗർ കൺട്രോൾ വരുള്ളൂ. അന്നേരം എപ്പോഴും പേഷ്യൻ്റ് ഡോക്ടറുടെ അടുത്ത് ഇൻഫോം ചെയ്യണം ഇപ്പോൾ എത്ര എക്സസൈസ് ചെയ്യുന്നത്, കൂട്ടിയിട്ടുണ്ടോ. ചിലപ്പം പേഴ്സണൽ റീസൺസ് കാരണം എക്സസൈസ് ചെയ്യാൻ പറ്റാതെ വരും. അന്നേരം അങ്ങനെ വരുന്നതിന് ആ ഷുഗർ ഫ്ലക്ച്വേഷൻ ഡോക്ടറെ അടുത്ത് പറയുക ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലവർക്ക് ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു ഇച്ചിരൂടെ എക്സസൈസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ വരുന്നതിന് ഡോക്ടറിനും പേഷ്യനും ഒരുമിച്ച് അത് ടൈമിംഗ് ഓഫ് എക്സസൈസും ഇതും അനുസരിച്ച് ഡോസേജ് അഡ്ജസ്റ്റ്മെൻറ്റും മെഡിസിൻസും ആൻഡ് ബെറ്റർ എഫിക്കസി ആവാൻ പറ്റും. ഓക്കെ.